ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച ദിവസത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് നേരെയാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമല്ലേ, അതിൻ്റെ ഒരു കൃപയുണ്ടാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാനൊരു പ്രാർത്ഥന സഹായം ചോദിക്കുകയാണ്. നാളെ തിങ്കളാഴ്ച അച്ഛന്മാരുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഒരു ഒന്ന് രണ്ട് ടോക്കുകൾ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചാലക്കുടി ഭാഗത്താണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. ഒരു നന്മ പറഞ്ഞവരും ചെല്ലാവോ അല്ലേ? അപ്പോൾ ഇത് കാണുന്ന 1,00,000 പേരുണ്ടെങ്കിൽ ഒരു നന്മ പറഞ്ഞും ചെല്ലാം. അത്രയും കൃപയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ചെറിയൊരു പ്രാർത്ഥന സഹായം നിങ്ങളോടും ചോദിക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കാറ്. അപ്പോൾ ഞാൻ തന്നെ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ പല കാര്യങ്ങളും ചോദിക്കും. ചിലപ്പോൾ ഇങ്ങനെ അല്ലെ വാട്സപ്പിലും അങ്ങനെ പലതരത്തിൽ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തന്നെ കർത്താവിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല സംഗതികളുണ്ട്. അതിനെല്ലാറ്റിലും ഉപരി അല്ലേ ഒരു പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ് സത്യമാർഗത്തെ നയിക്കണം. സത്യമാർഗം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകും. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയാണ് അല്ലേ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വന്തമാക്കും. അപ്പോൾ ചോദിച്ചു, സത്യം എന്താകുന്നു? അപ്പോൾ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ 17 കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നിന്നെ നയിക്കുന്ന അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ മാർഗത്തിലൂടെ. നിങ്ങൾ ചോദിക്കുക, എല്ലാ ദിവസവും കർത്താവിനെ കുറിച്ച്, എൻ്റെ ദൈവമേ എന്നെ സത്യമാർഗത്തിൽ നയിക്കണേ, സത്യമാർഗത്തിൽ നയിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ, കാരണം ഒരു പ്രാർത്ഥന പോലും ഉത്തരം കിട്ടാതെ പോവുകയല്ല. ഈ ഒരു പ്രാർത്ഥന തുടങ്ങി നോക്ക്, അത്യുന്നത ദൈവം നമ്മളെ വചനത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കാൻ തുടങ്ങും. ഇന്ന് നമുക്കത് പാലിക്കാൻ പറ്റാത്ത സിമ്പിളായിട്ട് പാലിക്കാൻ പറ്റും. വിശ്വസിക്കുക. ഈ കൃപ ഈശോ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.